+1 പ്രവേശനത്തിനുള്ള അപേക്ഷ സമർപ്പണത്തിന്റെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത് കാൻഡിഡേറ്റിന്റെ ലോഗിൻ നിർമ്മാണം ആണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കൂടെ പരിചയപ്പെട്ടിരുന്നു. ലൈവ് ഡെമോയാണ് കഴിഞ്ഞ വീഡിയോയിൽ കൊടുത്തിരുന്നത്. ലോഗിൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് ചെയ്യേണ്ടത് അടുത്ത ലിങ്ക് കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ള ലിങ്ക് വഴി ലോഗിൻ ഏരിയയിൽ പ്രവേശിച്ചിട്ട് ആവശ്യമായ ഡേറ്റ കൊടുക്കുക എന്നുള്ളതാണ്. നമുക്ക് കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ള ലിങ്ക് ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം. ലോഗിൻ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആപ്ലിക്കേഷൻ നമ്പറാണ്. ആപ്ലിക്കേഷൻ നമ്പർ 2107 എന്ന് തുടങ്ങുന്ന നമ്പറാണ്. അത് യൂസർ ഐ ഡി ആയിട്ട് എൻ്റർ ചെയ്യുക. തുടർന്ന് പാസ്വേഡ് അവരവർ ക്രിയേറ്റ് ചെയ്തത് കൊടുക്കുക. ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക. ഓരോ ഡിസ്ട്രിക്റ്റിലേക്കും പ്രത്യേകം അപേക്ഷയാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ പ്രത്യേകം ലോഗിൻ ഏരിയയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഏത് ജില്ലയ്ക്കാണെന്നത് നോക്കി സെലക്ട് ചെയ്തതിനു ശേഷം ലോഗിൻ ബട്ടൺ പ്രസ് ചെയ്യാം. ഓക്കെ, ലോഗിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉള്ള പേജാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ കാണുന്നത്. അപ്ലൈ ഓൺലൈൻ എന്നുള്ള ഒരു ലിങ്ക് നമുക്കിവിടെ കാണാം. അതിനു മുകളിൽ കുട്ടിയുടെ പേരും സ്കീമിന്റെ പേരും രജിസ്റ്റർ നമ്പറും കാണിച്ചിട്ടുണ്ട്. അപ്ലൈ ഓൺലൈൻ എന്നുള്ള ലിങ്ക് ഉപയോഗിച്ചാണ് കുട്ടിയുടെ വ്യക്തിഗത വിവരങ്ങളും പഠിച്ചിരുന്ന സ്കൂളിന്റെ വിവരങ്ങളും ബോണസ് പോയിന്റിന്റെ വിവരങ്ങളും ക്വാളിഫയിങ് എക്സാമിനേഷന്റെ വിവരങ്ങളും അഡ്മിഷൻ കിട്ടാൻ ആഗ്രഹിക്കുന്ന സ്കൂളുകളുടെയും കോഴ്സുകളുടെയും വിവരങ്ങളും കൊടുക്കുന്നത്. നമുക്ക് അപ്ലൈ ഓൺലൈൻ എന്നുള്ള ലിങ്ക് ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഡേറ്റ എൻട്രി ചെയ്യേണ്ട പേജിലേക്ക് വന്നു. ആദ്യം സ്കൂൾ ഡീറ്റെയിൽസ് എന്നാണ് നമ്മളവിടെ കാണുന്നത്. കുട്ടിയുടെ ആപ്ലിക്കേഷൻ നമ്പർ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് സെലക്ട് സ്കൂൾ ഇൻ വിച്ച് കാൻഡിഡേറ്റ് പാസ്ഡ് ക്വാളിഫയിങ് എക്സാമിനേഷൻ, ഏത് സ്കൂളിലാണ് SSLC അല്ലെങ്കിൽ CBSE അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത നേടാൻ വേണ്ടി പഠിച്ചിരുന്നത് എന്നാണ് ചോദ്യം. പഠിച്ചിരുന്ന സ്കൂളിന്റെ ലിസ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ഹയർ സെക്കൻഡറി ഉള്ള സ്കൂളുകളാണെങ്കിൽ അതിന്റെ പേരുകൾ ഇവിടെ ഉണ്ടാകും. അല്ല എങ്കിൽ അതേസ് എന്ന് ഏറ്റവും അവസാനം കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അല്ലെങ്കിൽ 1, 2, 3, 4 എന്നാണ് ഹയർ സെക്കൻഡറി ഇല്ലാതിരുന്ന സ്കൂളിൽ പഠിച്ചിരുന്ന കുട്ടികൾ കൊടുക്കേണ്ടത്. ഓക്കെ, 2020-21 വർഷം SSLC പഠിച്ച കുട്ടി ആണ് എങ്കിൽ കുട്ടിയുടെ വിവരങ്ങളെല്ലാം തന്നെ ആ പേജിൽ വന്നിട്ടുണ്ടാകും. രജിസ്റ്റർ നമ്പർ, ഇയർ ഓഫ് പാസ്, മന്ത് ഓഫ് പാസ്, ചാൻസ് നമ്പർ, നെയിം ഓഫ് സ്റ്റുഡന്റ്, ജെൻഡർ, കാസ്റ്റ്, റിലിജിയൻ, കാറ്റഗറി, ഡേറ്റ് ഓഫ് ബർത്ത്, ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം, ഗാർഡിയൻസ് നെയിം തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ടാകും. എന്നാൽ ചില കുട്ടികൾക്ക് കാറ്റഗറി കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. കാറ്റഗറി SSLC ബുക്കിൽ കൊടുത്തിരിക്കുന്നതിൽ നിന്നും വിഭിന്നമായിട്ടാണ് ചില കുട്ടികൾക്ക് എൻട്രി നടത്തേണ്ടത് എന്നുള്ള കാര്യം നേരത്തെ പറഞ്ഞതാണ്. നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ അനുബന്ധം 2 എന്നുള്ളതിന്റെ പേജ് കാണാൻ സാധിക്കുന്നുണ്ടാകാം. അത് നോക്കി വേണം നിങ്ങളുടെ കാറ്റഗറി സെലക്ട് ചെയ്യാൻ വേണ്ടി. ഓക്കെ, OBC എന്ന് SSLC ബുക്കിൽ ഉണ്ടെങ്കിലും പ്രവേശനത്തിന് കൊടുക്കുമ്പോൾ OBC എന്ന് എല്ലാവരും കൊടുക്കരുത് എന്നുള്ള കാര്യം ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തട്ടെ. മതത്തിന്റെയും ജാതിയുടെയും വിവരങ്ങൾ കൊടുക്കുമ്പോൾ ചില സമുദായക്കാർക്ക് സംവരണം ഉണ്ടായിരിക്കും. SSLC ബുക്കിലെ സമുദായ വിവരങ്ങൾ നോക്കിയിട്ടാണ് സംവരണ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. എന്നാൽ SSLC ബുക്കിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമുദായ വിവരണമാണ് നിങ്ങൾ അപേക്ഷയിൽ കൊടുക്കുന്നത് എങ്കിൽ ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതുണ്ട്. SC, ST, OEC വിദ്യാർത്ഥികൾക്ക് വരുമാന സർട്ടിഫിക്കറ്റും ജാതി സർട്ടിഫിക്കറ്റും വില്ലേജ് ഓഫീസിൽ നിന്ന് വാങ്ങി ഹാജരാക്കണം, മറന്നുപോകരുത്. അതേപോലെ അനുബന്ധം 2 എന്ന് പറയുന്ന ഒരു ഭാഗം പ്രോസ്പെക്ടസിലുണ്ട്. നമ്മളുടെ കാറ്റഗറി എൻട്രി ചെയ്യുമ്പോൾ ഏത് വിഭാഗത്തിലാണ് നമ്മൾ വരുന്നതെന്ന് ഉറപ്പാക്കാൻ ഈ അനുബന്ധ 2 ഒന്ന് പരിശോധിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും.
SSLC ബുക്കിൽ OBC എന്ന് കൊടുത്താലും ഇവിടെ പല വിഭാഗങ്ങൾ വന്നിരിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അത് ശ്രദ്ധാപൂർവം വേണം പൂരിപ്പിക്കാൻ വേണ്ടി. അടുത്തതായിട്ട് അതർ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഏരിയ ആണ് ഫില്ല് ചെയ്യേണ്ടത്. അവിടെ 2 കാര്യങ്ങൾ ചോദിക്കുന്നു. ഒന്ന്, വെദർ ബിലോങ്സ് ടു ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി എന്ന്. രണ്ടാമത് ചോദ്യം വെദർ ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്നുള്ളതാണ്. ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി ആണെങ്കിൽ ഇത് ടിക്ക് ചെയ്യണം. അതുപോലെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആണെങ്കിൽ ബ്ലൈൻഡ്, ഡെഫ്, MR, OH തുടങ്ങിയ വിഭാഗത്തിൽപ്പെട്ട കുട്ടി ആണെങ്കിൽ ഈ ഏരിയ ടിക്ക് ചെയ്തതിനു ശേഷം അതിന്റെ ഡിസബിലിറ്റിയുടെ പെർസെന്റേജും ഏറ്റവും അവസാനം ഡിസബിലിറ്റി തെളിയിക്കുന്ന മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുകയും വേണം. ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് തൽക്കാലം ഇവിടെ അഡ്മിഷന് പ്രയോറിറ്റി ഇല്ല. എക്സാമിനേഷന് ആവശ്യമായ സപ്പോർട്ട് കിട്ടും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തമിഴ്, കന്നഡ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണെങ്കിൽ അവരുടെ SSLC സർട്ടിഫിക്കറ്റിൽ അല്ലെങ്കിൽ യോഗ്യതാ സർട്ടിഫിക്കറ്റിൽ 1ാം ഭാഷ എന്നുള്ള കോളത്തിൽ തമിഴ് അല്ലെങ്കിൽ കന്നഡ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അങ്ങനെയാണ് കുട്ടികൾ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി വിഭാഗത്തിൽപ്പെട്ടതാണോ അല്ലയോ എന്ന് തിരിച്ചറിയുന്നത്. അല്ലെങ്കിൽ തദ്ദേശ ഭാഷ ന്യൂനപക്ഷ സംഘടനയുടെ സെക്രട്ടറി അല്ലെങ്കിൽ ചെയർമാൻ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. വിഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണെങ്കിൽ അവർക്ക് SSLC എക്സാമിനേഷന് മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടാകും. അടുത്തത് റെസിഡൻസ് ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഏരിയ ആണ്. അവിടെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ജില്ലയിൽ തന്നെയാണ് താമസിക്കുന്നതെങ്കിൽ ആ ജില്ലയുടെ പേര് സെലക്ട് ചെയ്യാം. നിങ്ങൾ എറണാകുളം ജില്ലയിൽ താമസിക്കുകയും കോട്ടയം ജില്ലയിലേക്കോ ആലപ്പുഴ ജില്ലയിലേക്കോ തൃശൂർ ജില്ലയിലേക്കോ അപ്ലൈ ചെയ്യുക ആണെങ്കിൽ അതേ സാരിക്കും റെസിഡന്റ് ഡിസ്ട്രിക്റ്റിനകത്ത് കൊടുക്കേണ്ടി വരിക. കാരണം ബോണസ് പോയിന്റിന് വേണ്ടിയാണ് നമ്മൾ താമസിക്കുന്ന ജില്ലയുടെയും താലൂക്കിന്റെയും ലോക്കൽ ബോഡിയുടെയും പേരുകൾ സെലക്ട് ചെയ്യുന്നത്. ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ താലൂക്ക് സെലക്ട് ചെയ്യാനും ലോക്കൽ ബോഡി സെലക്ട് ചെയ്യാനുമുള്ള കോളങ്ങൾ റെഡിയായിട്ട് വരും. നിങ്ങൾ താമസിക്കുന്ന സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും താലൂക്കിന്റെയും ബോണസ് പോയിന്റ് ലഭിക്കാൻ SSLC ബുക്കിൽ വിവരങ്ങൾ ഉണ്ടാകും. ബുക്കിലുള്ള വിവരങ്ങൾ അല്ല എങ്കിൽ റേഷൻ കാർഡോ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റോ ഹാജരാക്കണം. അടുത്തതായിട്ട് കോണ്ടാക്ട് അഡ്രസ് ആണ് കൊടുക്കേണ്ടത്. പെർമനന്റ് അഡ്രസ്സും കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സും കൊടുക്കാനുള്ള സ്ഥലം ഇവിടെ കൊടുത്തിട്ടുണ്ട്. SSLC പാസ്സായ കുട്ടികളുടെ പെർമനന്റ് അഡ്രസ് അവിടെ വന്നിട്ടുണ്ടാകും. പെർമനന്റ് അഡ്രസ് തന്നെയാണ് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ് എങ്കിൽ സെയിം ആസ് പെർമനന്റ് എന്ന് പറയുന്ന ചെക്ക് ബോക്സ് ടിക്ക് ചെയ്താൽ പെർമനന്റ് അഡ്രസ്സിനകത്ത് നമ്മൾ എൻട്രി ചെയ്തിരിക്കുന്ന വിവരങ്ങൾ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സിന്റെ കോളത്തിലും തനിയെ വന്നുകൊള്ളും. പെർമനന്റ് അഡ്രസ്സിൽ നിന്നും വ്യത്യസ്തമായ അഡ്രസ് ആണ് കമ്മ്യൂണിക്കേഷൻ അഡ്രസ് എങ്കിൽ കമ്മ്യൂണിക്കേഷൻ അഡ്രസ് നിങ്ങൾക്ക് വേറൊരെണ്ണം ടൈപ്പ് ചെയ്യാം. ഇമെയിൽ ID ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇമെയിൽ ID ടൈപ്പ് ചെയ്യാനുള്ള കോളം ഇവിടെ ലഭ്യമാണ്. ഇനി അടുത്തതായിട്ട് ബോണസ് പോയിന്റിന്റെ ഡീറ്റെയിൽസ് എൻട്രി ചെയ്യാനുള്ള കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഇവിടെ ആദ്യം ചോദിക്കുന്നത് സ്കൗട്ട് അല്ലെങ്കിൽ ഗൈഡിൽ വർക്ക് ചെയ്ത് പ്രവർത്തിച്ച് രാഷ്ട്രപതി അവാർഡ് അല്ലെങ്കിൽ രാജ്യപുരസ്കാർ അവാർഡ് നേടിയ കുട്ടികളാണെങ്കിൽ അവർക്ക് ബോണസ് പോയിന്റിന് അർഹതയുണ്ടാകും. അതോടൊപ്പം NCC, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്, ലിറ്റിൽ കൈൽസ് തുടങ്ങിയവയിൽ വർക്ക് ചെയ്തിരിക്കുന്ന കുട്ടികൾക്കും ബോണസ് പോയിന്റിന് അർഹതയുണ്ട്. സ്വിമ്മിംഗ് അറിയാവുന്ന കുട്ടികൾക്കും രാജ്യത്തിനു വേണ്ടി സേവനം അനുഷ്ഠിച്ചിരിക്കുന്ന പട്ടാളക്കാരുടെ ആശ്രിതരായ കുട്ടികൾക്കും ബോണസ് പോയിന്റിന് അർഹതയുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. NCCക്ക് 75% ഹാജരുണ്ടെന്നുള്ള സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രമാണ് ബോണസ് പോയിന്റ് ലഭിക്കുകയുള്ളൂ. ജവാന്മാർ ആർമി, നേവി, എയർഫോഴ്സ് എന്നീ സേനാ വിഭാഗങ്ങളിലുള്ളവരായിരിക്കണം. അവർ സർവീസിലുള്ളവരാണെങ്കിൽ ജവാന്റെ സർവീസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ആർമി, നേവി, എയർഫോഴ്സ് എന്നീ സേനാ വിഭാഗങ്ങളിൽ നിന്ന് വിരമിച്ച എക്സ് സർവീസ് ജവാനാണെങ്കിൽ സൈനിക വെൽഫെയർ ബോർഡിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. നീന്തൽ അറിവിനുള്ള 2 ബോണസ് പോയിന്റ് ഉണ്ടാകും. അത് ജില്ലാ സ്പോർട്സ് കൗൺസിലാണ് സർട്ടിഫിക്കറ്റ് നൽകുന്നത്. അല്ലെങ്കിൽ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അംഗീകരിച്ചിട്ടുള്ള ഏജൻസികൾ നടത്തിയ മത്സരങ്ങളിലെ പങ്കാളിത്ത സർട്ടിഫിക്കറ്റ് എങ്കിലും ഹാജരാക്കണം.
സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾക്ക് ബോണസ് പോയിന്റ് ഉണ്ട്. അതിന് SPC പ്രൊജക്ട് കേരള നൽകുന്ന സർട്ടിഫിക്കറ്റ് ആണ് ഹാജരാക്കേണ്ടത്. അടുത്തതിന് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന്റെയും കോ കരിക്കുലർ ആക്ടിവിറ്റീസിന്റെയും മാർക്കുകൾ എൻട്രി ചെയ്യാനുള്ള കോളങ്ങളാണ്. സ്റ്റേറ്റ് ലെവലിലും ഡിസ്ട്രിക്ട് ലെവലിലും സ്പോർട്സിനും യൂത്ത് ഫെസ്റ്റിവലിലും അതോടൊപ്പം ഫെയറുകൾക്കും കുട്ടിക്ക് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് ചോദ്യം. 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നപ്പോൾ കിട്ടിയ ഗ്രേഡ് അല്ലെങ്കിൽ സമ്മാനങ്ങളുടെ വിവരങ്ങളാണ് ഇവിടെ എൻട്രി ചെയ്യേണ്ടത്. NDSC ഒഴികെയുള്ള എല്ലാം 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സമയത്ത് പങ്കെടുത്തതായിരിക്കണം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. NDSCക്ക് 8ാം ക്ലാസ്സിൽ ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് ആയാലും മതി. അത് SCRT അല്ലെങ്കിൽ NCRT നൽകുന്ന സർട്ടിഫിക്കറ്റ് ആയിരിക്കും. സ്കൂളുകളിൽ വിവിധ ക്ലബ്ബുകളുണ്ട്. കുട്ടികളൊക്കെ വിവിധ ക്ലബ്ബുകളിൽ അംഗങ്ങളായിരിക്കാം. അതിന്റെ പ്രവർത്തനങ്ങളിൽ ഭാഗഭാക്കുകളായിട്ടുണ്ടാകാം. എങ്കിലും റെഡ് ക്രോസ് JRCയുടെ പ്രവർത്തനം മാത്രമാണ് ഇപ്പോൾ ഇവിടെ അഡ്മിഷന്റെ പ്രവർത്തനത്തിന് വേണ്ടി അഡ്മിഷന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പരിഗണിക്കുന്നത്. മുൻ വർഷങ്ങളിൽ SSLC കഴിഞ്ഞിരിക്കുന്ന കുട്ടികൾക്കൊക്കെ ക്ലബ്ബുകൾ വേണമെങ്കിൽ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് സബ്മിറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യാം. ഉടൻ തന്നെ മാർക്ക് അല്ലെങ്കിൽ ഗ്രേഡുകൾ കാണിക്കുന്ന പേജിലേക്ക് പോകും. SSLC എഴുതിയ കുട്ടികളുടെ മാർക്കുകൾ അവിടെ ഡീഫോൾട്ട് ആയിട്ട് വന്നുകൊള്ളും. മറ്റ് സ്കീമിൽ പഠിച്ചിരിക്കുന്ന കുട്ടികൾ അവരുടെ മാർക്ക് അല്ലെങ്കിൽ ഗ്രേഡ് എൻട്രി ചെയ്ത് കൊടുക്കണം. CBSE സ്റ്റുഡൻസിന് ഒരേ മാർക്കിന് വിവിധ ഗ്രേഡുകൾ സർട്ടിഫിക്കറ്റിൽ കാണുന്നു എന്ന് പല കുട്ടികളും പറഞ്ഞിരുന്നു. അവർ മാർക്കാണ് ഇൻപുട്ട് ചെയ്ത് കൊടുക്കേണ്ടത്, ഗ്രേഡ് അല്ല ഇൻപുട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അതുകൊണ്ട് കൺഫ്യൂഷൻ ഒന്നും വരികയില്ല. ഓക്കെ, മാർക്ക് അല്ലെങ്കിൽ ഗ്രേഡുകൾ ശരിയായ രീതിയിൽ എൻട്രി ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം നമുക്ക് സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യാം. സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്താൽ കോഴ്സുകളും സ്കൂൾ കോഡും കൊടുക്കാനുള്ള പേജിലേക്കാണ് പോവുക. അവിടെ ക്രമമായിട്ട് സ്കൂളിന്റെയും കോഴ്സിന്റെയും പേരുകൾ ഇൻപുട്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ സ്കൂളിന്റെ പേരും കോഴ്സിന്റെ പേരും ഇൻപുട്ട് ചെയ്യാനുള്ള ഏരിയയിലേക്ക് വന്നു. ആദ്യം സ്കൂളിന്റെ കോഡ് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യണം. അതിനുശേഷം ആ സ്കൂളിൽ അവൈലബിൾ ആയിരിക്കുന്ന ഒരു കോഴ്സിന്റെ പേര് ഇവിടുന്ന് സെലക്ട് ചെയ്യണം. ഈ പേജിൽ ഡേറ്റ ഇൻപുട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കോഴ്സുകളുടെ ലിസ്റ്റും ആ കോഴ്സുകൾ ഏതൊക്കെ സ്കൂളിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഒരു പേപ്പറിൽ കൃത്യമായിട്ട് നമ്പറിട്ട് എഴുതി വെക്കണം. അതിന്റെ ക്രമം പാലിക്കുന്നതിനെ കുറിച്ച് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നേരത്തെ തന്നെ പ്ലാൻ ചെയ്തതിനു ശേഷം വേണം ഇവിടെ സ്കൂളിന്റെയും കോഴ്സിന്റെയും നമ്പറുകൾ അല്ലെങ്കിൽ പേരുകൾ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി. ഇവിടെ ഇപ്പോൾ 7 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ സ്കൂളുകളുടെ പേരും കോഴ്സുകളുടെ പേരും കൊടുത്തുകൊണ്ട് ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്രയും കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും ഓപ്ഷൻ ഇപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്യാം അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാം. ഡിലീറ്റ് എന്ന് എഴുതിയിരിക്കുന്നതിന് താഴെ കൊടുത്തിരിക്കുന്ന ഈ സിംബലുകളിൽ പ്രസ് ചെയ്താൽ ആ ഒരു ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ എഡിറ്റ് ബട്ടൺ നേരെ താഴെ കൊടുത്തിരിക്കുന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ആ ഓപ്ഷൻ നമുക്ക് എഡിറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. എല്ലാ ഓപ്ഷൻസും ഒരുമിച്ച് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഡിലീറ്റ് ഓൾ ഓപ്ഷൻസ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് വേണമെങ്കിൽ നമുക്ക് പുനഃക്രമീകരിക്കാൻ സാധിക്കും. ട്രയൽ അലോട്ട്മെന്റ് വരെ നമുക്ക് സമയമുണ്ട്. നമ്മൾ കൊടുത്തിരിക്കുന്ന ഡേറ്റ അല്ലെ ബോണസ് പോയിന്റിന് ആവശ്യമായ വിവരങ്ങൾ അല്ലെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് ഇതൊക്കെ നമുക്ക് ട്രയൽ അലോട്ട്മെന്റ് സമയത്തും തിരുത്തി കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഞാൻ സബ്മിറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അടുത്തൊരു പേജിലെത്തി. അവിടെ സർട്ടിഫിക്കറ്റിന്റെ ഡീറ്റെയിൽസ് ചോദിക്കുകയാണ്. ബോണസ് പോയിന്റിന് വേണ്ടി NCC ടിക്ക് ചെയ്തിരുന്നു. അപ്പോൾ NCCയുടെ സർട്ടിഫിക്കറ്റ് നമ്പറും ഡേറ്റും ഇഷ്യൂയിങ് അതോറിറ്റി ആരെന്നുള്ള ചോദ്യമാണ് ഇവിടെ വന്നിരിക്കുന്നത്. NCC സർട്ടിഫിക്കറ്റിൽ 75% അറ്റൻഡൻസ് കാണിക്കുന്ന സർട്ടിഫിക്കറ്റിൽ കൊടുത്തിരിക്കുന്ന നമ്പർ ഇവിടെ ഇൻപുട്ട് ചെയ്യുക. അവർ ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഡേറ്റ് ഇവിടെ ഇൻപുട്ട് ചെയ്യുക. അതിനുശേഷം NCC
ഡയറക്ടറേറ്റ് എന്ന് അതോറിറ്റിയുടെ പേര് ഇവിടെ ഇൻപുട്ട് ചെയ്ത് കൊടുക്കുക. സ്കൗട്ട് ഗൈഡ് സർട്ടിഫിക്കറ്റ്സിലും അതുപോലെ നമ്പരും കാര്യങ്ങളും ഉണ്ടാകും. ഇഷ്യൂയിങ് അതോറിറ്റിയുടെ പേരും നമുക്കിവിടെ ഇൻപുട്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇപ്രാവശ്യം ലിറ്റിൽ കൈറ്റ്സിന് പുതുതായിട്ട് സർട്ടിഫിക്കറ്റ് വന്നു. അതില് അഡ്മിഷൻ നമ്പറാണ്, കുട്ടിയുടെ അഡ്മിഷൻ നമ്പറാണ് സർട്ടിഫിക്കറ്റ് നമ്പറായിട്ട് കൊടുക്കേണ്ടത്. അതോടൊപ്പം ഇഷ്യൂയിങ് അതോറിറ്റി ആയിട്ട് കൈറ്റ് എന്ന് പേര് കൊടുത്താൽ മതിയാകും. സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഡേറ്റ് അതിലുണ്ടാകും. ആ ഡേറ്റ് ഇവിടെ ഇൻപുട്ട് ചെയ്ത് കൊടുക്കാം. അതേപോലെ ഭിന്നശേഷിയുള്ള കുട്ടികളുടെ സർട്ടിഫിക്കറ്റ്സിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ഇൻപുട്ട് ചെയ്ത് കൊടുക്കണം. അവർക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാകും. PDF ഫയലായിട്ട് വേണം അത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി. 100 KB താഴെ സൈസ് വരത്തക്ക രീതിയിൽ PDF ആയിട്ട് ക്രമീകരിച്ചതിന് ശേഷം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. സർട്ടിഫിക്കറ്റ്സിന്റെ വിവരങ്ങൾ ഒരു റോയിൽ കൊടുത്തു കഴിയുമ്പോൾ അവിടെ സബ്മിറ്റ് ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്യുക. എല്ലാ സർട്ടിഫിക്കറ്റ്സിന്റെയും ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ സബ്മിറ്റ് ഓൾ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യാം. സബ്മിറ്റ് ഓൾ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്താൽ ഉടൻ തന്നെ ഇതുവരെ ഇൻപുട്ട് ചെയ്ത എല്ലാ വിവരങ്ങളും ഒരു പേജിൽ വരും. നമുക്കവിടെ ഓരോ സെക്ഷനും കഴിഞ്ഞ 3 പേജായിട്ട് കണ്ടിരിക്കുന്നതെല്ലാം ഓരോ സെക്ഷനായിട്ടായിരിക്കും വരിക. ഓരോ സെക്ഷനിലും വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ ഫൈനൽ കൺഫർമേഷൻ നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇപ്പോൾ അപേക്ഷ സമർപ്പണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഈ പേജിൽ കഴിഞ്ഞ 3 ഘട്ടങ്ങളായിട്ട് ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കാണാൻ സാധിക്കും. ഓരോ ഏരിയയിലും എഡിറ്റ് ഓപ്ഷൻസ് ഉണ്ട്. വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇവിടെ ഒരു ഡിക്ലറേഷൻ കൊടുത്തിട്ടുണ്ട്, അത് ടിക്ക് ചെയ്തതിനു ശേഷം ഫൈനൽ കൺഫർമേഷൻ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യാം. ഫൈനൽ കൺഫർമേഷൻ ബട്ടൺ പ്രസ് ചെയ്താൽ ഉടൻ തന്നെ മറ്റൊരു പേജ് വരും. അവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന വിവരങ്ങൾ അടങ്ങുന്ന ഒരു PDF ഫയൽ ലഭ്യമാകും. 2 പേജുള്ള ആ PDF ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുക്കാൻ സാധിക്കുന്നുവെങ്കിൽ പ്രിന്റ് എടുത്ത് വെക്കുക, അല്ല എങ്കിൽ ഇമെയിലിലേക്ക് അറ്റാച്ച് ചെയ്ത് നിർത്തുക. സമയം കിട്ടുന്നതനുസരിച്ച് അത് പ്രിന്റ് എടുക്കാനും വായിച്ചു നോക്കാനും ശ്രമിക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ അപേക്ഷ സമർപ്പണത്തിന്റെ അവസാന ഘട്ടത്തിലെ കൺഫർമേഷൻ കഴിഞ്ഞുള്ള പേജിലെത്തി. അവിടെ നമ്മളുടെ അപേക്ഷാ ഫോമിന്റെ ഒരു PDF പ്രിന്റ് എടുക്കാനുള്ള അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണുന്നുണ്ട്. ഫിൽഡ് ഓൺലൈൻ ആപ്ലിക്കേഷൻ പ്രിന്റബിൾ ഫോർമാറ്റ് എന്നുള്ളത്. ഇവിടെ ക്ലിക്ക് ചെയ്താൽ PDF ഡൗൺലോഡ് ആയിട്ട് വരും. ഈ PDF നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് സൂക്ഷിക്കാം. താഴെ പറഞ്ഞിട്ടുണ്ട് 2 വശവും പ്രിന്റ് എടുത്ത് സൂക്ഷിച്ചു വെക്കാൻ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് ഡു നോട്ട് സബ്മിറ്റ് ദിസ് ആപ്ലിക്കേഷൻ ഫോം ടു സ്കൂൾ എന്നാണ്. സ്കൂളിലേക്ക് നിങ്ങൾ ഇതുമായിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ള കാര്യം പ്രത്യേകം പറയുന്നുണ്ട്. ഓക്കെ, നമുക്കിപ്പോ ലോഗൌട്ട് ചെയ്യാം. വീണ്ടും ലോഗിൻ ചെയ്യുമ്പോൾ അപ്ലൈ ഓൺലൈൻ എന്നുള്ള ലിങ്ക് മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. അപ്ലൈ ഓൺലൈൻ ലിങ്ക് പ്രസ് ചെയ്താൽ നേരെ ഇവിടെ വരും. നേരെ ഇവിടെ അല്ല വരുന്നതെങ്കിൽ നിങ്ങൾ ഫൈനൽ കൺഫർമേഷൻ ചെയ്തിട്ടില്ല എന്നാണ് അതിന്റെ സൂചന. ഫൈനൽ കൺഫർമേഷൻ കൊടുത്താൽ മാത്രമാണ് നിങ്ങളുടെ അപേക്ഷ റാങ്ക് ലിസ്റ്റിന് വേണ്ടി പ്രോസസ്സ് ചെയ്യുകയുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. മാത്രവുമല്ല, നിങ്ങളുടെ അപേക്ഷയിൽ തിരുത്തലുകൾ വരുത്താനുള്ള സൗകര്യങ്ങൾ പിന്നീട് തരുമ്പോൾ ലോഗിൻ ഏരിയയിൽ വന്നിട്ടാണ് അത്തരം തിരുത്തലുകൾ വരുത്തേണ്ടത്. ഓക്കെ.